കരയണോ ചിരിക്കണോ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിലേക്ക് വരാം. അതോടൊപ്പം തന്നെ എൻ്റെ കഥയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യമേ നമുക്ക് ഇതേപോലത്തെ ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പ് വേണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോളൊക്കെ ഇട്ട് ഞാൻ ഫിക്സ് ചെയ്തു. പക്ഷേ അവിടെ തൊട്ട് എൻ്റെ ദുരന്തം സ്റ്റാർട്ട് ചെയ്തു. അത് എന്ത് ചെയ്തിട്ടും വൃത്തിക്ക് ഇരിക്കുന്നില്ലായിരുന്നു. ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് ഇതിന് നമുക്ക് വേണ്ടത് ഫെയറി ലൈറ്റ് ആണ്. ഇനിയിപ്പോൾ ഫെയറി ലാമ്പ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഷോ ബൾബ് എടുത്താൽ മതി. ഈ കളേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ പഞ്ഞിയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു കമ്പിൽ ചുറ്റി കൊടുത്തിട്ട് പഞ്ഞി വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ക്രാഫ്റ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായപ്പോഴാണ് അത് നേരെ താഴെ വീണ് എനിക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടിയ ആ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പണി ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും അത് നേരെയൊക്കെ നിവർത്തി വെച്ചിട്ട് നമ്മുടെ പഞ്ഞിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പൈൻ്റെ ഫ്ലവർ അതിൻ്റെ ആ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ ലാഡർ വേണം, ഏണി വേണം. അതിന് നോർമൽ കമ്പിൽ ഞാൻ കുറച്ച് പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ആ കമ്പ് വൃത്തിക്ക് നിൽക്കുന്നില്ല. ആ കമ്പാണ് നമുക്ക് പണി തന്നത്. അല്ലെങ്കിൽ ഇതിലും കുറച്ചുകൂടെ കിടിലനായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ആ പഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ എങ്ങനെ താഴെ വീഴുമോ, അതിന് മുന്നേ ഒന്ന് വീഡിയോ എടുക്കണമല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു രണ്ടാമത് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായില്ലേ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.